ഷാലു, ആലപ്പുഴ ജിംഖാന എങ്ങനെ ഉണ്ടായിരുന്നു? ഓ സൂപ്പർ 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 മൂവി. ആക്ച്വലി വെക്കേഷൻ പിള്ളേരുടെ തുടങ്ങിയത് കൊണ്ട് റയാന്റെ നിർബന്ധത്തിനാണ് ആലപ്പുഴ ജിംഖാന കാണാനായിട്ട് പോയത്. പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഖാലിദ് റഹ്മാന്റെ മൂവി ആയതുകൊണ്ട് എന്തായാലും ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാവുമെന്ന്. പക്ഷെ ഉറപ്പായിട്ട് ഞാൻ പറയുവാണ് മിനിമം ക്വാളിറ്റി അല്ല. അയ്യോ അതിന്റെ ദൈവമേ, ചിരിച്ച് കുറേ സമയം ചിരിക്കാം. അതായത് നിങ്ങൾ അതിൻ്റെ അടുത്ത് ലോജിക് അങ്ങനെയൊന്നും നോക്കരുത്. നമുക്ക് വേറെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, നമുക്ക് മനസ്സറിഞ്ഞ് ചിരിക്കാം. അതുപോലെ കിടിലൻ ഫൈറ്റുകള്, നല്ല പാട്ടുകള്, ആരാ നന്നായിട്ട് അഭിനയിച്ച. സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇന്നയാളെക്കാളും ഇന്നയാളുടെ അഭിനയമായിരുന്നു നല്ലതെന്ന്. പക്ഷെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. അതുപോലെയായിരുന്നു ശരിക്കും ഗണപതിയും നസ്ലിന്റെ ഒരു നോർമൽ ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ അതുപോലെ തന്നെ ഗണപതി കിട്ടിലൻ ക്യാരക്ടർ, ലുക്മാൻ അടിപൊളി, നായിക എന്നൊക്കെ പറയുമ്പം ശരിക്കും എനിക്ക് തോന്നിയിട്ട് അവർക്ക് അങ്ങനെ വലിയ പ്രാധാന്യമുള്ള ഒരു റോളൊന്നുമില്ല. ഡെഫിനറ്റ്ലി ബോക്സിങ്ങിനെ കുറിച്ചുള്ള ഒരു മൂവിയാണ്. പക്ഷെ കലക്കൻ ബോക്സിങ്. ശരിക്കും ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോൾ തന്നെ പുറകിൽ നിന്ന് 2 പിള്ളേർ അതിന്റെ അമ്മേനെ തോണ്ടിട്ട് പറയാം, അമ്മേ ഞങ്ങൾക്ക് ബോക്സിങ് പഠിക്കണം. അമ്മ പറഞ്ഞു ഈ സിനിമയൊന്ന് തീരട്ടടാന്ന്. അത്ര കലക്ക മൂവിയായിരുന്നു. നല്ല മ്യൂസിക്കും നല്ല ബോക്സിങ്ങും. എന്നാ ശരിക്കും ഞാൻ പറയില്ലേ, പരാജയപ്പെട്ടവന്റെ മുമ്പില് ഒരു പ്രതീക്ഷ വരുന്നതെന്നൊക്കെ പറയുന്ന ഒരു മോട്ടിവേഷണലൊക്കെ ആക്കാവുന്ന, അല്ലെങ്കിൽ ലൈഫിനെ എത്ര നമുക്ക് സിമ്പിൾ ആക്കി എടുക്കാമെന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവി ആട്ടോ. റയൻ എങ്ങനെ ഉണ്ടായിരുന്നു പടം? സെറ്റ് പടമായിരുന്നു അല്ലേ? ചിരിച്ചോ? ഇഷ്ടം പോലെ ചിരിച്ചു. വെക്കേഷനൊക്കെയാണ്, പിള്ളേരെയും കൂട്ടി ധൈര്യമായിട്ട് പൊക്കോ. വെട്ടും കൊലയും ബാളവും ഒന്നും ഇല്ലാത്ത മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന കലക്കൻ മൂവി ആലപ്പുഴ ജിംഖാന.